Hi dears, welcome back. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്ക് ആയിട്ടാട്ടോ. കേക്ക് എന്ന് പറയുമ്പോൾ ഇതൊരു സ്പെഷ്യൽ കേക്കാണ്. ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മൾ കേക്ക് തയ്യാറാക്കുന്നത്. ഗോതമ്പ് പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടിയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടൊരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കും അതുപോലെ മുട്ടൊന്നും യൂസ് ചെയ്യാതെയാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ മുട്ട ഇഷ്ടമില്ലാത്തവർക്കൊക്കെ തയ്യാറാക്കാൻ പറ്റുന്നത്. അതുപോലെ ഇതിൻ്റെ ക്രീം എന്ന് പറയുന്നത് വിപ്പിംഗ് ക്രീം അല്ല, നമ്മൾ പാല് വെച്ചിട്ടാണ് ഇതിൻ്റെ ക്രീം തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് വിശദമായിട്ട് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു അരക്കപ്പ് പാല് ഒന്ന് ബട്ടർ മിൽക്കാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട്. ആ പാലിലേക്ക് ഒരു 2 ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വിനാഗിരി നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂണ് നമ്മുടെ ചെറുനാരങ്ങ നീരുണ്ടല്ലോ, കുരു ഇല്ലാതെ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താലും മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇത് പിരിഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി നമ്മൾ ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കുന്നവരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഒരു 5-10 മിനിറ്റ് മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കുക. 1 കപ്പ് മതി. ഒരു ചെറിയൊരു കേക്കാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല ഡാർക്കുള്ള കൊക്കോ പൗഡറാണ്. അപ്പോൾ അതൊരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മതി ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കേക്കിനൊക്കെ ചെറിയ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ട് അങ്ങ് അരിച്ചെടുക്കുക. ഇങ്ങനെ അരിച്ചെടുക്കൽ നിർബന്ധം കേട്ടോ, അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ട് അങ്ങ് അരിച്ചെടുക്കാം. 2-3 തവണ അരിച്ചെടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ 1 തവണ അരിച്ചെടുത്തിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഭാഗത്തേക്കും എല്ലാം എത്തുന്ന രീതിയിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏത് വെജിറ്റബിൾ ഓയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. പിന്നെ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അത് റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് അതും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ചതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്യാൻ പറ്റും. പൊടിക്കാത്തതാകുമ്പോൾ കുറേ സമയം ഇങ്ങനെ വീറ്റ് ചെയ്ത് കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ അത് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അത് യോജിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് വീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് ഓവണിലൊന്നും അല്ലാട്ടോ ചെയ്യുന്നത്. അതുപോലെ ബീറ്ററിൻ്റെ ആവശ്യമില്ല ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ബട്ടർ മിൽക്കൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ മുട്ടയൊന്നും ചേർക്കാത്തത് കൊണ്ടാട്ടോ ബട്ടർ മിൽക്കൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് ഒരേ ഭാഗത്തേക്ക് അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കണം. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയില്ലാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നല്ല ടൈറ്റ് ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പാല് കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഈ ടൈറ്റിനനുസരിച്ച് പാല് കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് 2 തവണയായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ല കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 1/2 കപ്പാണ് ഞാൻ ആദ്യം നമ്മൾ 1/2 കപ്പ് ബട്ടർ മിൽക്കിനും എടുത്തു. ഇപ്പോൾ ഒരു 1/2 കപ്പുമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ടോട്ടൽ 1 കപ്പ് പാലാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത് കണ്ടോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചതുരത്തിലുള്ള ഒരു കേക്ക് ടിന്നിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 7 ഇഞ്ചിൻ്റെ പാനാണ്. വല്ലാതെ ഹൈറ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇതിൽ കുറച്ച് ബാറ്ററിയിലേ ഉള്ളൂ. നമ്മൾ മൈദപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന അത്രയും ബാറ്ററി ഇതിന് വരില്ല. അതിൻ്റെ പകുതിയൊക്കെ ഇതിന് ബാറ്ററി അളവ് കിട്ടുള്ളൂ കേട്ടോ, ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് ബാറ്ററി ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഈ കേക്ക് ടിന്നി എന്ന് പറയുന്നത് ഓയിൽ പുരട്ടി വെച്ചതാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടും ചെയ്ത് കൊടുക്കാം. ഞാൻ ബട്ടർ പേപ്പർ ഒന്നും വെച്ചിട്ടില്ല, അല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടും. എന്നിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം, എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ പാന് ഒരു കടായി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇത് ഇറക്കി കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 30 മിനിറ്റാണ് എനിക്ക് എടുത്ത സമയം കേട്ടോ. 30 മിനിറ്റിന് കഴിഞ്ഞ ശേഷം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പൊങ്ങി കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. 25 മുതൽ 30 മിനിറ്റ് വരെയാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് ടൈം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഇറത്തിയെടുക്കാം. അപ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് അടർന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് വല്ലാതെ ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ 2 ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് 2 ലെയറായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം.
കട്ട് ചെയ്തിട്ട് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ക്രീം ഒന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് ചൂടാറിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള ക്രീം നമ്മൾ ഹോം മെയ്ഡ് ക്രീമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രീമാണ്. ഇതിനുള്ള ക്രീം നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്നും ഇല്ലാതെ കുട്ടികളൊക്കെ പറ്റിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ മിൽമയുടെ പാക്കിൽ 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടങ്ങ് കുറച്ച് പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഒരുമിച്ച് ഇത് പാലിലേക്ക് ഇട്ടാൽ പെട്ടെന്ന് കട്ട കുത്തും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് വെക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിക്കുകയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കട്ടയില്ലാതെ മിക്സായ ശേഷം നമുക്ക് ആ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കണം. അതിന് മുമ്പായിട്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ വാനില എസൻസ്. അപ്പോൾ വാനില എസൻസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇളക്കി കൊടുക്കാതെ ചെയ്യരുത്, പടി പിടിക്കും. അപ്പോൾ ഇളക്കിക്കൊണ്ട് ഇതുപോലെ കുറുക്കിയെടുക്കണം നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഏകദേശം കുറുക്കി വരുന്നുണ്ട്. അതൊന്നും കൂടെ കുറുകിയിട്ട് ഒരു കുറച്ചും കൂടെ ടൈറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ അതാ നമ്മുടെ ബബിൾസ് ഒക്കെ ഈ രീതിയിൽ വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ നല്ല നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കുന്ന സമയത്ത് ഒന്നുകൂടെ ടൈറ്റായിട്ട് വരും. അപ്പോൾ ഇത്രയും മതി, ഇത്രയും കൺസിസ്റ്റൻസി ആയാൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു സമയത്ത് തന്നെ നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞൊരു ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കണ്ടു നോക്കട്ടെ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തോളാം. ഇതും കൂടെ ആകുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ നമ്മുടെ ക്രീമിന്. ആ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രീമാണിത്. അപ്പോൾ കുട്ടികൾക്ക് വിപ്പിംഗ് ക്രീം ഇല്ലാത്തൊരു സമയത്ത് കേക്കൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇത് ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് തണുക്കുന്ന സമയത്ത് ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ ഒന്ന് നന്നായി തണുത്തതിന് ശേഷം കേട്ടോ നമ്മൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ലെയറാക്കി വെച്ചിട്ടുള്ള കേക്കിൽ പിന്നെ ഇതിൽ ഷുഗർ സിറപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഗോതമ്പ് കേക്ക് ആയതുകൊണ്ട് തന്നെ നല്ല മോയ്സ്ചറൈസ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ അതിൻ്റെ മേലായിട്ട് ഈ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീമിൻ്റെ അത്രയും ലെവലാക്കി എടുക്കാനും നമുക്ക് കിട്ടില്ല കേട്ടോ. നമ്മളെ കൊണ്ട് കഴിയണ മാക്സിമം ലെവലാക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ക്രീമിന്. ഡെസിക്കേറ്റഡ് കോക്കനട്ടും എല്ലാം ചേർക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്ത ശേഷം രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുക്കുക. അങ്ങനെ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ മേലെ നമുക്ക് കഴിയുന്ന മാക്സിമം അതിൻ്റെ മേലെയായിട്ടും സൈഡിലായിട്ടൊക്കെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കാണാനും ഒരു ഭംഗി ഉണ്ടാവും. അങ്ങനെ എല്ലാ ഭാഗത്തേക്കും മേൽഭാഗത്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സെൻറ്ററിൽ കുറച്ചും കൂടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാക്കി കൊടുത്തിട്ട് ആ റൗണ്ട് ഷേപ്പിൽ ഞാൻ കുറച്ച് ബൂസ്റ്റ് പൗഡർ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീം കേക്കാണിത്. കുട്ടികൾക്കൊക്കെ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഞാനത് എടുത്തിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കേക്ക് കഴിക്കാം. അതും ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. കണ്ടോ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ. വീഡിയോയുടെ തൊട്ട് താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി വരും. അതിൽ 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഏറ്റവും മേലെയുള്ള ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം എനാബിൾ ചെയ്യുക കേട്ടോ. എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന സമയത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
കേക്കാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്